ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ലൊരു അടിപൊളി കടല മസാലൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കടല മസാല എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടല ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് കടല ഇട്ട് കൊടുക്കുക, എന്നിട്ടൊരു 3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് തന്നെ കടല നന്നായിട്ട് കുതിർന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ഒരു കുക്കറിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ കടല ഒന്ന് വേവിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 8 വിസിലൊന്ന് ആക്കിയെടുത്താൽ മതി. കടല നന്നായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ചെറിയ ജീരകമോ അല്ലാന്നുണ്ടെങ്കിൽ കടുകോ ഏതായാലും ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ ചെറിയ പീസ് ഇഞ്ചി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തതും അതുപോലെ ഒരു പച്ചമുളക് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ സവാള ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം സവാള ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. അതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് കുറച്ച് മാത്രം എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് മാത്രം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. കായപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ കടല വെന്ത് കിട്ടിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 8 വിസിലാകുമ്പോൾ തന്നെ ഇത് നല്ല പോലെ കുക്കായിട്ട് കിട്ടും. നല്ലോണം വെന്ത് അലിയൊന്നും ചെയ്യൂല, എന്നാൽ കുക്കാവാതിരിക്കുകയും ചെയ്യില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കൈ കൊണ്ടൊന്ന് നെക്കി നോക്കുന്ന ടൈമിൽ നല്ല പോലെ വെന്ത് കിട്ടണം. അപ്പോഴാണ് ഈ ഒരു മസാലയ്ക്ക് കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഉള്ളിയിലേക്ക് 3/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാല, അതേപോലെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കടല വേവിക്കാൻ വെച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് നല്ലൊരു ഹൈ ഫ്ലെയിമിലിട്ട് കണ്ട് ഒന്ന് വറ്റിച്ചെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കാരണം മസാലയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കാരണം അപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കണ്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു മസാലയ്ക്ക് വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ആദ്യം കടല വേവിച്ചെടുത്തത് ഉപ്പിട്ടിട്ടാണ്. അതുപോലെ ആ വെള്ളം തന്നെയാണ് ഇതിലേക്കും ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു ടൈം കൊണ്ട് ഇത് വറ്റി വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളെ കയ്യിൽ തേങ്ങ ചിരകിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കാരണം. പിന്നെ അതുപോലെ ഉരുളൻകിഴങ്ങ് ഒന്ന് വേവിച്ച് കണ്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക ലാസ്റ്റ് ടൈമിൽ കേട്ടോ. ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് ഒന്ന് ഡ്രൈ ആയി വരുന്ന ടൈമിൽ ഉരുളൻകിഴങ്ങ് ചെറുതാക്കി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കടല മസാല നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനും അല്ലാതെ ഈവനിങ് സ്നാക്കിനൊക്കെ പകരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കടല മസാല കേട്ടോ. നല്ല ചൂട് ചായൻ്റെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് കാണാം.